ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ പണ്ടത്തെ തന്നെ റീകോൾ ചെയ്യാന്ന്. എനിക്ക് പിന്നെ എപ്പ ബസ് കയറിയാലും ഈ ടിക്കറ്റ് കൊണ്ട് ബോട്ട് ഉണ്ടാക്കിയില്ലേ ഒരു സമാധാനം ഇല്ല. ആൻഡ് ഗസ് വാട്ട്, ഐ ഹാവ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ദം. ഇപ്പൊ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാല് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം തുറന്നാൽ മൊത്തം കടലുണ്ടീത്തെ കയാക്കിങ്. അങ്ങനെ അവിടെ പോയതായിന്ന്. പക്ഷെ 2 ദിവസത്തേക്ക് അത് ഇല്ലാതെ. പിന്നെ കുറച്ചു നേരത്തേക്ക് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ എന്ന സങ്കടത്തിലായിനി. അങ്ങനെ ആ കണ്ണിലെ കണ്ണീര് തുടച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതിന്റെ ഇടയിൽ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റി വന്ന് കുറച്ച് കഴിഞ്ഞ് ഓൻ്റെ ഉള്ളിലെ സൂപ്പർമാൻ മോഡ് ഓൺ ആക്കിയോണ്ട് നമ്മൾ നേർത്തെത്തി. രണ്ടാമത് എന്റെ ഫീഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മീൻ തുള്ളിപ്പാറ. ഇത് എക്സാക്ട് സ്ഥലം വരുന്നത് പേരാമ്പലുള്ള ജാനകിക്കാടിന്റെ തൊട്ടടുത്താണ്. ജസ്റ്റ് കണ്ട് വരാന്ന് പറഞ്ഞ പ്ലാൻ മാത്രമേ ഉള്ളായിരുന്നു. അയ്യോ എന്ത് രസാ നോക്കിയേ. പിന്നെ ഈ നീന്തൽ അറിയാത്തവർ ബി കെയർഫുൾ, നല്ല ഒഴുക്ക് അവിടെ. നീ വെള്ളം കാണാൻ വന്നാലൊന്ന് കാലൊക്കെ ഇടണം. സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അവിടെ സമാധാനത്തോടെ കുത്തിരിക്കലാണ്, അല്ലാണ്ട് ആ ചെക്കന്മാരെ കുളിസിയും കാണല്ലോ. പിന്നെ ഈ പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒഴുക്കിനെതിരെ നീന്തണല്ലോ, ഇതിപ്പോ നടക്കലാണല്ലോ. അങ്ങനെ ഈ കാണാൻ വന്നവര് കുളിച്ചാ പോകുന്നത്. അത് പിന്നെ അങ്ങനെ വരും. ഈ ജീവിതം നമ്മള് വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. കാണാൻ വന്ന ആൾക്കാർ ഞങ്ങള് കാണാൻ വന്നത് മീൻ തുള്ളിപ്പാറ. പിന്നെ യാതൊരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് എടുത്ത് ചാടി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെ പോക്കറ്റിൽ കിടന്ന പൈസ ഉണക്കുന്ന രംഗങ്ങളാണിത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുരയിലേക്ക്. സോ അത്രേ ഉള്ളൂ. ബൈ ഗായ്സ്.